ഹലോ ഗൈസ്, നമ്മളൊരു ചെറിയ നൈറ്റ് ഡ്രൈവിന് പോയത് കേട്ടോ. അപ്പോൾ മാലോട്ടേക്ക് ചിക്കിങ് കയറണമെന്ന് പറഞ്ഞ് അളിയനും ഉണ്ടായിരുന്നു. നമ്മൾ നേരെ എന്നാൽ ചിക്കിങ്ങിൽ പോയിക്കാന്ന് വിചാരിച്ച് തിരുവല്ല ദീപാറ്റൂരിലെ ലിഫ്റ്റിൽ കയറി ഫസ്റ്റ് ഫ്ലോറിലെത്തി. അവിടെയാണ് ചിക്കിങ്. നമ്മൾ നേരെ അവിടെ നിന്ന് കയറിയപ്പോഴത്തേക്ക് അവിടെ ഒരുപാട് കടകളുണ്ട് കേട്ടോ. ബേബി കെയർ അങ്ങനെയുള്ള കുറേ കടകളുണ്ട്. ഞങ്ങളവിടെ നേരെ ചിക്കിങ്ങിൽ ചെന്ന് തൊട്ട് താഴെ മോറൊക്കെ ഉണ്ട് കേട്ടോ. അപ്പം നമുക്ക് നേരെ ചിക്കിങ്ങിനകത്തായിട്ട് കയറാം കേട്ടോ. അവിടെ എൻ്റെ ഒരു പഴയ ഫ്രണ്ടൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട്. അവരൊക്കെ ഇവിടെ ഉണ്ടോ എന്നറിയത്തില്ല. കേസ് നമ്മളങ്ങനെ മെനു കാർഡ് മേടിച്ചു. ഇതിൽ നമ്മളുണ്ട് 12 പീസിൻ്റെയാണ് നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. നമ്മൾ 3 വരെ ഉള്ളൂ, പക്ഷേ നമ്മൾ 12 പീസ് കഴിക്കും. എന്നിട്ട് ആദ്യം തന്നെ നമ്മൾ ഫ്രഞ്ച് ഫ്രൈസ് ഓർഡർ ചെയ്ത് അത് വന്നു. ആദ്യം തന്നെ മാലോട്ടോട് ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കാൻ പറഞ്ഞു. അതിനുശേഷം ഞാനും ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. സാധനം എന്തായാലും നല്ല അടിപൊളിയാണ്, പക്ഷേ നല്ല ചൂടായിരുന്നു കേട്ടോ. എൻ്റെ നാക്കൊക്കെ പൊള്ളിപ്പോയി. മാലോട്ടിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടു കേട്ടോ. അവളത് ഏറ്റവും കൂടുതൽ കഴിച്ചത്. ഞാനാണ് ഇപ്പോൾ അടുത്ത് ടേസ്റ്റ് ചെയ്ത് നോക്കിയുള്ളായിരുന്നു. പക്ഷേ സാധനം നല്ല അടിപൊളിയായിരുന്നു കേട്ടോ. അതിനുശേഷമാണ് നമ്മുടെ 12 പീസ് ചിക്കൻ നമ്മൾ ഓർഡർ ചെയ്തിരിക്കുന്നത്. കണ്ടോ, നമ്മുടെ പീസും വന്നിരിക്കുന്നു. നമ്മളീ 12 നമ്മൾ പുല്ല് പോലെ നമ്മൾ 3 പേര് കഴിക്കും കേട്ടോ. അപ്പം അതിൻ്റെ കൂട്ടത്തിൽ ഒരു മയോണൈസ് വന്നിട്ടുണ്ട്. പിന്നെ അവരുടെ സോസ് അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം ആദ്യം ടേസ്റ്റ് ചെയ്യാൻ പോകുന്നത് മാളൂട്ടി തന്നെ ആയിരിക്കും. ടേസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. അതിന് ശേഷമാണ് അളിയൻ കഴിക്കുന്നു. ആരെയും മൈൻഡ് പോലും ചെയ്യുന്നില്ല. ഞാൻ നല്ലൊരു തുള്ളി എടുത്ത് കഴിച്ച് നോക്കി. എനിക്കിഷ്ടപ്പെട്ടു കേട്ടോ. പക്ഷേ എൻ്റെ നാക്ക് ഇതിലും പൊള്ളി. പക്ഷേ സാധനം കൊള്ളാം, അടിപൊളിയായിരുന്നു. ഞങ്ങളൊരു 10-20 മിനിറ്റ് കൊണ്ട് അത് മൊത്തം കഴിച്ച് കയറും. അതിന് ശേഷമാണ് ഞങ്ങൾ കൈ കഴുകാൻ വന്നത്. അപ്പോൾ നല്ല മിറർ, പിന്നെ കുറേ മിററുടെ സെൽഫി അങ്ങ് എടുത്ത്. അതിനുശേഷം ഞങ്ങൾ നേരെ വീണ്ടും താഴേക്ക് ഇറങ്ങി. മാളോട്ട് തന്നെ വീട്ടിലോട്ട് പാഴ്സലൊക്കെ മേടിച്ചിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് നേരെ താഴെ നമ്മുടെ മോർ സൂപ്പർ മാർക്കറ്റ് ഉണ്ട്. അപ്പോൾ അവിടെ 1-2 സാധനങ്ങളൊക്കെ പർച്ചേസ് ചെയ്യണമെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ നേരെ അങ്ങോട്ട് കയറി. മാളോട്ട് കുറേ ബിസ്ക്കറ്റും കാര്യങ്ങളൊക്കെ മേടിച്ചു. ഐസ്ക്രീം ഒക്കെ പോയി നോക്കുന്നുണ്ട്, മേടിച്ചൊന്നും അറിയത്തില്ല. സത്യം പറഞ്ഞാൽ സവാള മേടിക്കാൻ വേണ്ടി മാത്രമാണ് കയറിയത്. പിന്നെ ഏതാണ്ടൊക്കെ സാധനങ്ങളൊക്കെ മേടിച്ചു. ഞാൻ നല്ല നല്ല സവാളകൾ പോയി നോക്കി എണ്ണി എടുത്തു. നമ്മുടെ പർച്ചേസൊക്കെ കഴിഞ്ഞു. ഇതേണ്ട വണ്ടിയുടെ പുറകെ ഇരിപ്പുണ്ട് സാധനം നമ്മൾ മേടിച്ചേക്കാം കേട്ടോ. നമ്മൾ എണ്ണൊക്കെ മേടിച്ചു. നമ്മുടെ മോറി കയറി മേടിച്ചു. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.